ഹലോ, എല്ലാവർക്കും സുഖം തന്നെ വിചാരിക്കുന്നു. ഞാൻ കുറേ ആയിട്ടോ ഈ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട്. ഇന്നത്തെ ഡേ എന്താണെന്നറിയോ? ഇന്നൊരു സ്പെഷ്യൽ ഗസ്റ്റ് നമുക്ക് വരുന്നുണ്ട്. ഇപ്പോൾ പുലർച്ചെ ഒരു 4 മണിയാണ് കേട്ടോ. 4 മണിക്ക് ദച്ചുനെയൊക്കെ കുത്തിപ്പൊക്കിയിട്ട് എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. ആരാന്ന് വഴിയെ ഞാൻ പറഞ്ഞുതരാം. അതിനിടയ്ക്ക് ഞാനൊരു ചായയൊക്കെ കുടിച്ചിട്ടാണ് നമ്മൾ എയർപോർട്ടിലോട്ട് പോകുന്നത് കേട്ടോ. നേരെ പരപരാ വിളിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ദച്ചുവിനെ ഈ ഒരു സമയം എഴുന്നേൽപ്പിക്കുന്നത് ഭയങ്കര ടാസ്ക്കായിരുന്നു. ഞാൻ വിചാരിച്ചു ഭയങ്കര അലമ്പായിരിക്കുന്നു. പക്ഷേ ഓക്കെ, കൂളാണ് ആൾ. അയാൾ വരുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റാണ് കേട്ടോ ഭയങ്കരമായിട്ട് ആൾ മുഖത്ത്. അപ്പം നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ്. ആദ്യം റോഡിൽ അധികം തിരക്കൊന്നുമില്ല. ഈ ഒരു പുലർച്ചെ ടൈം ആയതുകൊണ്ടായിരിക്കും കേട്ടോ. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഉറങ്ങിയിട്ടേ ഇല്ല. 2 മണിക്കൂർ 1.5 മണിക്കൂർ അങ്ങനെ മാക്സിമം ഉറങ്ങിയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. ഞാൻ എപ്പോഴും ഫ്ലൈറ്റ് കണ്ടാൽ നോക്കി നിൽക്കും. ഫ്ലൈറ്റിൽ ഇങ്ങോട്ട് വന്ന് ബോധം എനിക്ക് ചിലപ്പോഴൊക്കെ ഉണ്ടാവില്ല. നമ്മൾ ഫ്ലവറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. തെച്ചുമോളാണ് ഫ്ലവറൊക്കെ കൊടുക്കുക. അപ്പോൾ തെച്ചുമോൾ തന്നെ പിടിച്ച് നടക്കുക കേട്ടോ. ഈ ഒരു ബൈനോക്കുലർ വെച്ചിട്ടാണ് ആൾ ഇറങ്ങിയോ ഇല്ലയോ എന്നൊക്കെ അവൾ ഫ്ലൈറ്റിൽ നിന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് എന്നാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഫ്ലൈറ്റ് 5:30 ലാൻഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ സമയത്തിനുള്ളിൽ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ മാഡം കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ടാണ് പിന്നെ നടന്നത്. ആൾക്കാർ കണ്ടാൽ ഞെട്ടണം എന്ന് പറഞ്ഞിട്ട് അവിടെ സ്ക്രീനിൽ നോക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ഫ്ലൈറ്റ് ഡിലേ ആണെന്ന് അറിഞ്ഞത്. 6:30 ആകുമ്പോഴത്തേക്ക് ലാൻഡ് ചെയ്യുമെന്നാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെയും നമ്മൾ ഒരു എയർപോർട്ട് മൊത്തത്തിലൊന്ന് ചുറ്റിക്കാണാമെന്ന് വിചാരിച്ചു. ടെർമിനൽ 2 നമ്മൾ മാക്സിമം കവർ ചെയ്യാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. എന്തൊക്കെയാണ് അവിടെ ഇല്ലതെന്ന് അരിച്ച് പെറുക്കാൻ വേണ്ടിയിട്ടുള്ള പോക്കാണ്. അവിടുത്തെ ഷോപ്പൊക്കെ ക്ലോസ്ഡ് ആണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ആരൊക്കെ വന്ന് നോക്കി. ഇതൊക്കെ ഈ മലേഷ്യേൻ്റെ ട്രഡീഷണൽ ആയിട്ടുള്ള കുറേ ഒരു സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചതാണ്. എന്തൊക്കെയാണ് ഇവിടുത്തെ ഫെസ്റ്റിവൽ കാര്യങ്ങൾ അതൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല ഒരു നാച്ചുറലായിട്ടുള്ള ഒരു സംഭവം, ഒറിജിനാലിറ്റി ഉണ്ട് കേട്ടോ ഇത് വെച്ച സാധനം. അതിൻ്റെ ഇടയ്ക്ക് ദാഹിച്ച് പണ്ടാരടങ്ങിയോണ്ട് ഒരു ബോട്ടിൽ വെള്ളം അങ്ങോട്ട് വാങ്ങിച്ചു. 7-Eleven നിന്നാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഒന്നാമത് നമ്മളോട് പറഞ്ഞിട്ടില്ല എനിക്ക് ഫ്ലൈറ്റ് കാണണം എന്നാണ്. ചുമ്മാ ഒന്ന് പുറത്തിറങ്ങിയതാണ് കേട്ടോ. അപ്പോഴാണ് ഈ ഒരു അടിപൊളി വ്യൂ കണ്ടത്. എന്തൊരു രസമായിരുന്നു കേട്ടോ ഈ രാവിലെ ആ ഒരു വ്യൂ കാണാൻ വേണ്ടിയിട്ട്. നല്ല രസമുണ്ടായിരുന്നു. വിശന്നാൽ പിന്നെ എനിക്ക് പ്രാന്താവുന്നതുകൊണ്ട് തന്നെ ഞാൻ കാറിൽ പോയിട്ട് ഈ കേക്ക് എടുത്തിട്ട് വന്നു. ഞാൻ കേക്കൊക്കെ സെറ്റാക്കിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളെ ആൾ ലാൻഡ് ചെയ്തിട്ടുണ്ട്. അമ്മയാട്ടോ നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ദച്ചു ഭയങ്കര ഹാപ്പിയിലാണ് ഉണ്ടായിരുന്നു കേട്ടോ. നോക്കി ചിരിക്കുക കാര്യങ്ങളൊന്നും പറയണ്ട. നമ്മളെ മുഖം മാത്രമല്ലേ കണ്ടുകൊണ്ടിരിക്കണത് ഇത്രയും നാളായിട്ട് കിട്ടി. അപ്പം അമ്മ വന്നുകൊണ്ട് ഭയങ്കര ഹാപ്പിയാണ് അവൾ. നേരെ നമ്മൾ വീട്ടിലോട്ട് പോകുവാണ്. തെച്ചിൻ്റെ കാര്യമൊന്നും പറയണ്ട. കെട്ടിപ്പിടിക്കുന്നുണ്ട്, മടിയിലിരിക്കുന്നുണ്ട്, കവളൊക്കെ പിടിച്ച് നോക്കുന്നുണ്ട്. അമ്മക്കൊരു സമാധാനം കൊടുക്കുന്നില്ല. ഇനി വീട്ടിൽ പോയിട്ട് വേണം ഈ പെട്ടിയൊക്കെ പൊട്ടിച്ചിട്ടൊന്ന് സമാധാനത്തോടെ അതിൻ്റെ അകത്ത് സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ നേരെ വീട്ടിലെത്തിയിട്ടുണ്ട്. നമ്മൾ പെട്ടി ഓപ്പൺ ചെയ്യാൻ വേണ്ടി പോവാം കേട്ടോ. അവൾക്ക് ഒരേ നിർബന്ധം ഇപ്പം തന്നെ ഓപ്പൺ ചെയ്യണമെന്ന്. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഓപ്പൺ ചെയ്യാമെന്നൊക്കെ പറഞ്ഞ്, പക്ഷെ അവൾ കരഞ്ഞലമ്പാക്കിക്കൊണ്ട് നമ്മൾ ഇപ്പം തന്നെ തുടങ്ങി. വാവ്, എന്തൊക്കെയാണ് കുറേ പലഹാരം കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ ഇരുന്ന് തിന്നാണ് അങ്ങോട്ടേക്ക്. എന്നാലും എനിക്കൊരു മനസ്സിനൊരു ആശ്വാസമാവും. കുറേ നാൾ കൂടിയിട്ട് കിട്ടുന്ന സംഭവങ്ങളൊക്കെ അല്ലേ, ചിപ്സ്, അരിവുണ്ട, അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതാ ചിപ്സ് കണ്ടു. അപ്പോൾ ഇതൊക്കെ പെട്ടിച്ചിട്ട് ഞാൻ ഇപ്പം തന്നെ തിന്നു. അമ്മേനോട് കാര്യമായിട്ട് വാങ്ങിക്കാൻ പറഞ്ഞ ഒരു സാധനം ഉണ്ടായിരുന്നേ. അപ്പോൾ അമ്മ അന്ന് പറശ്ശിനി പോയിട്ടുണ്ടായിരുന്നു. അന്ന് അവിടെ നിന്ന് വാങ്ങിക്കണം എന്ന് പറഞ്ഞ സാധനമാണ് ഇത്, മുത്തപ്പൻ്റെയും തിരുവപ്പനേൻ്റെയും. അപ്പോൾ അതും കിട്ടിയപ്പോൾ ഒരു സന്തോഷമായി. അപ്പോൾ ഇത്രയുള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ.